നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഒരുപാട് നേരത്തെയാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഏകദേശം രാവിലെ 3 മണിയായിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് ചൈനയിലെ ഷെൻജൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു എയർപോർട്ടാണ്. ഇത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. ഇവിടുന്ന് കുറച്ച് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സും കൂടി അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് അത്യാവശ്യം വലിയ എയർപോർട്ടാണ്. ഇവിടെ നമ്മളിപ്പോൾ ഒരു ഡൊമസ്റ്റിക് ട്രാവലിലാണ്. ഇവോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവോയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഡൊമസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും സെൽഫ് ചെക്കിംഗ് ആണ്. ഈ മെഷീൻ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ബാഗേജ് എല്ലാം ഇവിടെ കൊടുത്ത് ഇവിടുന്ന് റെസിപ്റ്റ് മേടിച്ച് ബോർഡിംഗ് പാസ് എല്ലാം ഇവിടുന്നകത്ത് ഈ സിസ്റ്റം തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ സ്റ്റാഫും കാര്യങ്ങളൊന്നുമില്ല, ആകെ ഒരാളേ ഉള്ളൂ. അവരാണ് ഇതെല്ലാം ഓൺ ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചെക്കിങ് കൗണ്ടറിലെല്ലാം ആൾ വന്നിട്ടുണ്ട്. ആൾ വന്നപ്പോൾ ഇത് കണക്ക് ഇവിടെ ക്യൂ ആയി തുടങ്ങി. പക്ഷേ ഇത് സെൽഫ് ചെക്കിങ് എന്ന പേരിലാണെങ്കിലും സെൽഫ് ചെക്കിങ് അല്ല. സംഭവം സെൽഫ് ചെക്കിങ് കൗണ്ടറുകൾ ഇത് കണക്ക് വർക്ക് ചെയ്യാതെ കിടക്കുകയാണ്. കൗണ്ടറിൽ പോകാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് എഴുതി കാണിച്ചിരിക്കുന്നത്. അപ്പം സെൽഫ് ചെക്കിങ് 100% ഇവിടെ ആക്റ്റീവ് അല്ല. ഇപ്പോൾ സാധാരണ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതെന്തോ ഡോങ്ഹായ് എയർലൈൻസ് എന്ന് പറഞ്ഞൊരു എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഡോങ്ഹായ് എയർലൈൻസ് ആദ്യമായിട്ടാണ് ഞാൻ ഡോങ്ഹായ് എയർലൈൻസിൽ കയറാൻ പോകുന്നത്. ഈ ഫ്ലൈറ്റിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു കോമൺ ബോർഡിംഗ് പാസ്സാണ്. എയർപോർട്ടിൻ്റേതായിട്ടുള്ള കോമൺ ബോർഡിംഗ് പാസ്സാണ്. പിന്നെ ഈ അവരുടെ അണ്ടറിൽ തന്നെ കുറേ കൊച്ചു എയർലൈൻസുകൾ, ലോക്കൽ ഡൊമസ്റ്റിക് എയർലൈൻസുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരേ കമ്പനിയാണെന്ന് തോന്നുന്നു ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു കോമൺ ബോർഡിംഗ് പാസ്സാണ് നമുക്ക് കിട്ടിയത്. അടുത്ത് നമ്മൾ നമ്മുടെ ഗേറ്റ് സെക്യൂരിറ്റി ചെക്കിങ്ങും ഗേറ്റിലും ഒക്കെ പോകാൻ പോകുന്നത്. കിടില എയർപോർട്ടാട്ടോ, അത്യാവശ്യം വലിയ എയർപോർട്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും സെൽഫ് ചെക്കിങ് വർക്ക് ചെയ്യുന്നില്ല. എന്താണ് കാരണം നമുക്കറിയത്തില്ല. പക്ഷേ നമ്മളെ അകത്തേക്ക് കയറുന്ന ചെക്കിങ് കൗണ്ടറിൽ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. കാണാൻ പറ്റും, കണ്ടോ? ഇത് ഓട്ടോമാറ്റിക് കൗണ്ടേഴ്സാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ബോർഡിംഗ് പാസ് ഇവിടെ കാണിച്ചിട്ട് ഇതിൽ സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. പാസ്പോർട്ടാണോ? അപ്പോൾ നമ്മളുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറി. ഇനിയാണ് സെക്യൂരിറ്റി ചെക്കിങ്. ഏകദേശം ഇതിനകത്താണ് സെക്യൂരിറ്റി ചെക്കിങ്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ് ഉള്ളിൽ അകത്താക്കി വെച്ചിരിക്കുകയാണ്. അത് പുറത്തോട്ട് കാണാത്ത രീതിയിൽ ഇങ്ങനെ കവർ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ചെക്കിങ് ആയിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ ബെൽറ്റ് ഊരി വെക്കും എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്നെങ്കിലും ഇവിടെ പക്ഷേ ബെൽറ്റ് ഊരാൻ പറഞ്ഞില്ല. പക്ഷേ അത്യാവശ്യം നമ്മളെ നല്ല രീതിയിൽ അവർ ചെക്ക് ചെയ്തു. നമ്മുടെ അത്യാവശ്യം കൂടുതൽ സമയമെടുത്ത് ചെക്ക് ചെയ്തു. ഓരോരുത്തരെയും ഒരു 3-4 മിനിറ്റ് എടുത്തിട്ട് എല്ലായിടത്തും മെഷീൻ വെച്ചിട്ട് ചെക്ക് ചെയ്തവർ. നമ്മുടെ എന്താ പറയുക, നല്ല ചെക്കിങ് ആയിരുന്നു. അത്യാവശ്യം നല്ല ചെക്കിങ് ആയിരുന്നു. ഡൊമസ്റ്റിക് എയർപോർട്ടാണെങ്കിലും ഡൊമസ്റ്റിക്കൽ ഇൻ്റർനാഷണൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും നല്ല രീതിയിലുള്ള ചെക്കിങ് ഇവിടെ നടത്തിയത്. നമ്മുടെ ഗേറ്റ് 25 നമ്മളിങ്ങനെ ഓരോ ഗേറ്റ് ഇങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ കുറേ വരുന്ന വഴിക്ക് കുറേ ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട്. ബൾഗറി, കാർട്ടിയർ, ബർബറി, മാക്സ്മാര, പിന്നെ തന്നെ നമുക്കറിയാവുന്ന വേറെ ഏതാണുള്ള എംപോറിയോ, അർമാണി. നമുക്കറിയാത്ത ബ്രാൻഡ്സ് ഇതൊന്നും നമുക്കറിയത്തില്ല. ഏതൊക്കെയോ അറിയാത്ത ബ്രാൻഡ്സും അറിയാവുന്ന ബ്രാൻഡ്സുമായിട്ട് ഒരുപാട് ബ്രാൻഡ്സ്, അവരുടെ എക്സ്ക്ലൂസീവ് ഷോറൂംസ് ഈ എയർപോർട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്ക് വരുന്ന എയർപോർട്ടാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവും. സ്റ്റാർബക്സ് ഉണ്ട് ഇവിടെ. ചൈനയിൽ അത്യാവശ്യം എവിടെ ചെന്നാലും സ്റ്റാർബക്സിൻ്റെ കോഫി നമുക്ക് കിട്ടും. അത്യാവശ്യം എയർപോർട്ടുകളിൽ എവിടെ ചെന്നാലും കിട്ടും.
റെയിൽവേ സ്റ്റേഷനും പല റെയിൽവേ സ്റ്റേഷനിലും സ്റ്റാർബക്സിൻ്റെ ഔട്ട്ലെറ്റ്സ് ഇവിടെ ഉണ്ട്. ഇതിലും ഡിസൈനാണ് ഇവരുടെ ഈ എയർപോർട്ട് ചെയ്തിരിക്കുന്ന ഡിസൈൻ കണ്ടോ നോക്കിയേ. ഇത് പുതിയ എയർപോർട്ടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാം ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഗേറ്റ് ആണെങ്കിലും ഇതുണ്ടോ ഒരു ഗേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇവരുടെ. ഇവിടുന്നാണ് ഇതാണ് ഒരു ഗേറ്റ് വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെയാണ് പാസേജ് വരുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ കോൺസെപ്റ്റ് സെയിം ആണെങ്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. അയ്യോ, ഞാൻ ഇതിൽ കയറാൻ വിട്ടുപോയി. തിരിച്ചു പോയി കയറിയാലോ? ഓക്കെ, ഇതിൽ കുറച്ച് നടന്നാൽ മതിയല്ലോ. ഇതാണ് നമ്മുടെ ഗേറ്റ്. 25 ഗേറ്റിലാണ് നമ്മൾ. ഇവിടെ കുറേ വെൻഡിങ് മെഷീൻസ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം റേറ്റ് കാണിക്കുന്നുണ്ട്. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ വെള്ളത്തിൻ്റെയും പെപ്സി കൊക്കക്കോളയൊക്കെ നോർമൽ റേറ്റാണ് കാണിക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൈസാണ് കേട്ടോ, കഞ്ഞി. ഇവിടെ കഞ്ഞിയാണല്ലോ മെയിൻ. പല ടൈപ്പ് കഞ്ഞികളാണിത്. പിന്നീട് അതിൻ്റെയൊക്കെ പ്രൈസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 29, അതായത് 30, 20 ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 20 യുവാൻ. നമ്മളിതിൽ സെലക്ട് ചെയ്തിട്ട് അലിപേ കൊടുക്കുക, പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സാധനം ഇവിടെ വരും. ഇനി നമുക്ക് വേണ്ടാത്തത് നമ്മളത് എടുക്കുന്നില്ല. വേറെ വെൻഡിങ് മെഷീൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെയാണ് പ്രോഡക്റ്റ്സ് ഇവിടെ വരുന്നത്. ഓറിയോ ബിസ്ക്കറ്റൊക്കെ ഇരിക്കട്ടെ. ഓറിയോ ബിസ്ക്കറ്റ്, റെഡ് ബുള്ളുണ്ട്, പെപ്സി, മെറിൻഡ. ഇത് പാലാട്ടോ. പിന്നെ ഇത് സാദാ വെള്ളം, ജ്യൂസുകൾ. ഇതിൻ്റെയൊക്കെ റേറ്റ് വേണമെങ്കിൽ നോക്കാം. ഇതിൻ്റെ റേറ്റ് നോർമൽ റേറ്റ് ആയിട്ടുള്ളൂ. വെളിയിൽ എവിടെ പോയാലും ഈ വെള്ളത്തിന് 3 യുവാനൊക്കെ തന്നെയാണ്. പിന്നെ 7-അപ്പിന് 3.5, വെള്ളത്തിന് 3. നോർമൽ റേറ്റ്സാണ്, എല്ലാം നോർമൽ റേറ്റാണ്. സാധാരണ എല്ലായിടത്തും വെൻഡിങ് മെഷീൻ അത്യാവശ്യം റേറ്റ് കൂടുതലാണ് കാണിക്കുന്നത്. പക്ഷേ ഇതെല്ലാം നോർമൽ റേറ്റാണ് കാണിക്കുന്നത്. ഓറിയോ എനിക്കൊന്ന് പുറത്തു പോയി ഏകദേശം ഇതേ റേറ്റ് ഉണ്ട്. ഇത് നൂഡിൽസാണെന്ന് തോന്നുന്നു. സാൻഡ്വിച്ചും കാണിക്കുന്നത്. സാൻഡ്വിച്ച് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അടുത്ത വെൻഡിങ് മെഷീനിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. ഇത് സെയിം ഐറ്റംസ് ഒക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് കൂടുതലുണ്ട്. ഇവിടെ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ പ്രൈസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസൊക്കെ എല്ലായിടത്തും സെയിം ആണ്. സാറിന് വെൻഡിങ് മെഷീൻ എല്ലായിടത്തും നല്ല റേറ്റാണ്. ഇവിടെ നോർമൽ റേറ്റ്സേ ഉള്ളൂ വെൻഡിങ് മെഷീനിലെല്ലാം. ഡൊമസ്റ്റിക് ആയതുകൊണ്ടായിരിക്കും, സാധാരണക്കാർ യാത്ര ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ അത് കൊള്ളാം. പിന്നെ ഇവിടെ ടാക്സ് ഒക്കെ കുറവാട്ടോ. എയർപോർട്ടും ഒക്കെ ടാക്സ് കുറവായതുകൊണ്ടാണ് റേറ്റ് കുറവ്. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രെയിനുണ്ട്. ട്രെയിനിൽ നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് ഷെൻജനിന്ന് എവിടെയാണ് ഇബുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 8 മണിക്കൂറോളം ഉണ്ട് ട്രാവല്. ഈ 8 മണിക്കൂർ ട്രാവലിൽ നമുക്ക് ചിലവാകുന്നത് ഏകദേശം 700 യുവാനാണ്. 700 മുതൽ 800 യുവാൻ വരെയുള്ള ട്രെയിൻ ടിക്കറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. 800 യുവാൻ എന്ന് പറയുമ്പോൾ ഏകദേശം 9,000 മുതൽ 10,000 രൂപ വരെ റേറ്റ് വരും. പക്ഷേ നമുക്ക് ഇപ്പോൾ ഫ്ലൈറ്റിൽ ഏകദേശം 680 യുവാന്, പിന്നെ എന്തോ ചെറിയ പ്രോസസ്സിങ് ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ 700 രൂപ ആ ഒരു റേറ്റ് തന്നെ നമുക്ക് ഫ്ലൈറ്റിനും ആയുള്ളൂ. മറ്റേത് 8 മണിക്കൂർ ട്രാവൽ, 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ട്രാവൽ ഉണ്ടെങ്കിൽ ഇത് ഏകദേശം 1 മണിക്കൂർ 55 മിനിറ്റ് മാത്രമേ നമുക്ക് ട്രാവൽ ടൈമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലൈറ്റ് തിരഞ്ഞെടുത്തത്. നമ്മൾ വാഷ്റൂമിലേക്ക് വന്നതാണ്. പക്ഷേ വാഷ്റൂമിൽ വന്നപ്പോൾ ഇവിടെ വലിയൊരു TV വെച്ചിട്ടുണ്ട്. ടിവിയുടെ ഫ്രണ്ടിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അതായത് ഇത് യൂറിനൽ എത്രണ്ണം വേക്കൻ്റ് ആയിട്ടുണ്ട്, ബാത്റൂം ക്ലോസറ്റ് എത്രണ്ണം വേക്കൻ്റ് ആയിട്ടുണ്ട്, ലേഡീസിൻ്റെയിലും ജെൻസിൻ്റെയിലും അതേപോലെ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്.
ഈ വേക്കൻ്റ് ആയിട്ടുള്ളതിൻ്റെ ലിസ്റ്റ് കാണിച്ചിരിക്കുന്നത് വളരെ സംഭവം ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒരു സംഭവം. ഇതെന്താ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു മാക്സിമം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. പിന്നെ എമർജൻസി എക്സിറ്റൊക്കെ എങ്ങോട്ടാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്യൂ ആയിട്ടുണ്ട് ഇവിടെ. നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ലാസ്റ്റേ പോകുന്നുള്ളൂ. ഈ തിരക്കിനിടയിൽ കയറിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാവരും ഒരേ ഫ്ലൈറ്റിൽ തന്നെ ഒരേ സമയം പോകത്തുള്ളൂ, ഒരേ സമയം ഇറങ്ങത്തുള്ളൂ. നമ്മളീ കിടന്ന് വേളം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഭയങ്കര ക്യൂ ആയതുകൊണ്ട് അങ്ങേ അറ്റം വരെ ക്യൂ ആണ്. നമ്മുടെ ഫ്ലൈറ്റിൽ പോകാനുള്ള ക്യൂ ആണ്. നമ്മുടെ സീറ്റിൽ എന്തായാലും ആരും കയറി ഇരിക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ വെറുതെ കിടന്ന് വേളം വെച്ചിട്ട് എന്താ കാര്യം. അതുപോലെ നമ്മൾ പയ്യെ ആവാമെന്ന് വിചാരിച്ച് എന്തായാലും ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബോർഡിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനകത്ത് മുഖം കാണിച്ചാൽ മതി. മുഖം ചിലവർ കാർഡ് വെക്കുന്നുണ്ട്. ചൈനീസ് ആളുകൾക്ക് കാർഡ് വെക്കുന്നു, ചിലവർ മുഖം വെക്കുന്നു. ശരിക്കും ഇതിന് മുഖം നോക്കിയാൽ നമ്മളെ നോക്കിയാൽ മാത്രം മതി. കണ്ടോ, നമ്മൾ കറക്റ്റ് ഇതിലേക്ക് നോക്കുവാണെങ്കിൽ അത് ഓപ്പൺ ആകും, ഗേറ്റ് ഓപ്പൺ ആകും. ബോർഡിങ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമ്മൾ അപ്പോഴും ഇവിടെ ഇരിക്കുകയാണ്. ലാസ്റ്റ് കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതിലിവിടുത്തെ അവസാനത്തെ പാസഞ്ചറായിട്ട് ഞാൻ കയറാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് ഏകദേശം ബോർഡിങ് കഴിയാറായിട്ടുണ്ട്. നമ്മുടെ മുഖം നോക്കിയാൽ യെസ്, മുഖം നോക്കിയാണ് ഓപ്പൺ ആയി പോയത്. നമ്മുടെ മുഖം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൈനയിൽ എവിടെ പോയാലും ഇനി നമ്മുടെ മുഖം പിടിക്കും. ശേഷം ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് നമ്മളൊന്ന് സെറ്റ് ആയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. ഫുഡൊന്നും ഇല്ലെന്ന് തോന്നി ഈ ഫ്ലൈറ്റിൽ. ഇത് വളരെ എക്കോണമി ആയിട്ടുള്ള ഫ്ലൈറ്റാണ്, അതുകൊണ്ട് അതിനകത്ത് ഫുഡും കാര്യങ്ങളൊന്നുമില്ല. ബഡ്ജറ്റ് എയർലൈൻസ് ആണെങ്കിലും ഇവർ എല്ലാവർക്കും ആവശ്യമുള്ളവർക്കൊക്കെ നമുക്ക് ടവൽസൊക്കെ കൊടുക്കുന്നുണ്ട്, ബ്ലാങ്കറ്റ്സൊക്കെ പുതയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ബ്ലാങ്കറ്റ് മേടിച്ചിട്ടുണ്ട്. എയർലൈൻസ്, ഡോങ്ഹായ് എയർലൈൻസ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് പയ്യെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഡോങ്ഹായ് എയർലൈൻസ് എന്നാണ് നമ്മുടെ ഈ എയർലൈൻസിൻ്റെ പേര്. ഷെൻജൻ എന്നുള്ള എയർപോർട്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു ബഡ്ജറ്റീവ് എയർലൈൻസ് ആണ്, എങ്കിലും അത്യാവശ്യം നല്ല സർവീസാണ്. ഇത് ഡോങ്ഹായ് എയർലൈൻസ്. ബോയിങ്ങിൻ്റെ 737 ആണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്, 737. അപ്പോൾ ചൈനയുടെ ഒരു സദേൺ പാർട്ടി കൂടാണ് നമ്മുടെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സൈഡിൽ കരയും ഒരു സൈഡിൽ വെള്ളമാണ് ഫുള്ള്. നമ്മുടെ റൈറ്റ് സൈഡിൽ ഫുള്ള് വെള്ളവും നമ്മൾ ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കരയാണ്. അപ്പോൾ ചൈനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൈനയിലെ സദേൺ പാർട്ടിലാണ് കൂടുതൽ ആളുകളും താമസിക്കുന്നത്. ചൈനയുടെ ഒരു 60% ആളുകളും താമസിക്കുന്നത് ഈ സദേൺ സൈഡിലൂടെ മാത്രമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മലകളുടെ ഇടയിൽ ആ കുഞ്ഞതായിട്ട് കാണുന്നതെല്ലാം ഓരോ വീടുകളാണ്. അപ്പോൾ ഈ ചൈനക്കാർ ഒരിടത്ത് തന്നെ കുറേ പേര് ഒരുമിച്ച് താമസിക്കും. പിന്നീട് കുറേ സ്ഥലത്ത് വേക്കൻ്റ് ആയിരിക്കും, വീണ്ടും കുറേ സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കും. അതാണ് ഈ കാണുന്നത്. ഇതെല്ലാം വീടും അതുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ നമുക്ക് ഈ കാണുന്നത് മാപ്പാണ്. മാപ്പിൽ കറക്റ്റായി കാണിക്കുന്നുണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്.
അതായത് നമ്മുടെ ഷെൻജൻ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നും നമ്മളിപ്പോൾ ഇവു എന്നുള്ള സിറ്റിയിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു മാപ്പാണ് നമുക്ക് ഇതിൽ കാണുന്നത്. ഇവർ ഈ കാണിച്ചിരിക്കുന്ന മാപ്പിൽ നമുക്ക് ഇന്ത്യ കൂടി ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് ബാംഗ്ലൂരാണെന്നാണ് തോന്നുന്നത്. ബാംഗ്ലൂരുണ്ട്, പിന്നെ മുംബൈ കാണിക്കുന്നുണ്ട്, അതേപോലെ ഡൽഹി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഒരു അഭിമാനം തോന്നുന്നുണ്ട്. കാണുമ്പോൾ ഈ കാണുന്നത് എത്ര മിനിറ്റ് കൊണ്ട് നമ്മളവിടെ എത്തും, എത്ര സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ലാൻഡിങ്ങിന് സമയമായിട്ടുണ്ട്. പക്ഷേ ഇവർ വന്നിട്ട് എല്ലാം അടപ്പിച്ചു കേട്ടോ. എല്ലാ വിൻഡോസും നമ്മളെ അടപ്പിച്ചു, എല്ലാ സൈഡിലെയും. ഇത് മിലിറ്ററിയുടെ എയർപോർട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മിലിറ്ററി ഓപ്പറേഷൻസും ഈ സെയിം എയർപോർട്ടിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവരിത് മൊത്തത്തിൽ അടപ്പിച്ചത്. ഈ ഫ്ലൈറ്റിൽ ഉറങ്ങാത്തതായി ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഗൈസ്. എല്ലാവരും ഉറങ്ങുകയാണ്. എൻ്റെ ഫ്രണ്ടും ഉറങ്ങുകയാണ്. എന്താണ് എനിക്ക് മാത്രം ഉറങ്ങാൻ പറ്റാത്തത്? അങ്ങനെ നമ്മൾ ഇവു എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ എയർപോർട്ട് പുറത്തോട്ട് കാണിക്കാത്തത് ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസും ഭയങ്കര അവർ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ലായിരുന്നു. വിൻഡോസൊക്കെ അറിയാതെ ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അവർ ഓടി വന്നു. അപ്പോൾ ഇത് മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എയർപോർട്ടാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് നമ്മളൊരു ടാക്സി എടുത്ത് നേരെ റൂമിൽ പോവുകയാണ്. നമുക്കിവിടെ ഫ്ലാറ്റുണ്ട്, അപ്പോൾ ഇവിടുത്തെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് എന്നുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീഡിയോ തൽക്കാലം കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു, ചെറിയൊരു വീഡിയോ, ജസ്റ്റ് എയർപോർട്ടും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തിയ ചെറിയൊരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.